السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട SKSF മീഡിയ ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനം കബൂൽ ചെയ്യുമാറാവട്ടെ. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മോട് വിട പറഞ്ഞ് 6 വർഷം തികയുമ്പോൾ ആരായിരുന്നു മഹാനായ ശിഹാബ് തങ്ങൾ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉണ്ടാകുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ധീരപുത്രനാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഇത് ഞാൻ പറഞ്ഞത് ഒരു ആലങ്കാരിക പദമല്ല. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ എഴുതുന്ന ഒരു ലേഖനത്തിൽ പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ധീരപുത്രനാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം മഹാനായ ശിഹാബ് തങ്ങളെക്കുറിച്ച് പറഞ്ഞതായ ലേഖനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. മധ്വ തത്വങ്ങൾ അനുസൃതമായി ജീവിച്ചിരുന്ന മാന്യ വ്യക്തിയെയും രാഷ്ട്രീയ നേതാവുമായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. തങ്ങളെ ഞാൻ എന്നും ബഹുമാനിക്കുമായിരുന്നു. ആർജവത്വത്തിൻ്റെയും വിനയത്തിൻ്റെയും പേരിൽ ഞാൻ അദ്ദേഹത്തെ ആദരവിൻ്റെ ഔന്നത്യത്തിലാണ് പ്രതിഷ്ഠിച്ചിരുന്നത്. ഭാരതത്തിലെ ഏറ്റവും സമുന്നത വ്യക്തി ആര് എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ, അത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് എന്ന് ഞാൻ പറയുമെന്ന് VS കൃഷ്ണയ്യർ സർ പറയുകയാണ്. ചരമമില്ലാത്ത ജീവിതങ്ങളുണ്ട്, മരിച്ചിട്ടും മരിക്കാത്ത മനുഷ്യരുണ്ട്. അതിൽപ്പെട്ടതാണ് മഹാനായ ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഭൗതിക ജഡം മാത്രമാണ് ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയത്. അദ്ദേഹം ഈ സമൂഹത്തിന് ചെയ്തു പോയ നന്മകൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഓർമ്മകളുടെ മിനാരങ്ങളായി ഉയർന്നു നിൽക്കുകയാണ്. ആ ഓർമ്മകളിലൂടെ മരണമില്ലാതെ മനുഷ്യനായി ജീവിക്കുന്ന ഒരാളാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് ജസ്റ്റിസ് അവറുകൾ പറയുകയാണ്. രാഷ്ട്രീയം പലർക്കും കച്ചവടവും അധികാരത്തിനുള്ള കുറുക്ക് വഴിയുമായിട്ട് മാറുമ്പോൾ അധികാരത്തിലേക്ക് നടന്ന് കയറാനുള്ള ഏണിപ്പടിയായി ശിഹാബ് തങ്ങൾ രാഷ്ട്രീയത്തെ കണ്ടില്ല. അദ്ദേഹത്തിന് പദവികളും സമ്പത്തുമെല്ലാം വാരിക്കൂട്ടാമായിരുന്നു. അധികാരത്തിൽ നിന്ന് കലം വലിച്ച് രാഷ്ട്രീയത്തെ ദുരുപയോഗം ചെയ്യാതെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായി അദ്ദേഹം ജീവിച്ചു. ഇത്രയും കാലം സ്വന്തം സമുദായത്തെയും പ്രസ്ഥാനത്തെയും സമർത്ഥരായി കണ്ടെത്തി അധികാര സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുയർത്തുകയായിരുന്നു അദ്ദേഹം. മൂല്യങ്ങൾ അധപ്പതിച്ച ഈ കാലഘട്ടത്തിൽ മാതൃകാ പുരുഷനായിട്ട് നമുക്കൊരു ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നു. മാനവ സേവയ്ക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ സർവ കഴിവുകളും ഒരു സാധാരണക്കാരനെ പോലെ തന്നെ വിനിയോഗിച്ചു. ഒരു നല്ല മനുഷ്യനായിരുന്ന അദ്ദേഹത്തിന് താനൊരു നേതാവെന്ന ഭാവം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. മതത്തിൻ്റെ പേരിൽ തർക്കങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുമ്പോൾ ഇതെല്ലാം ഒഴിവാക്കാനാണ് അദ്ദേഹം പ്രയത്നിച്ചത്. എല്ലാ രാഷ്ട്രീയക്കാരും നാനാജാതി മതസ്ഥരും ഒരേപോലെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന മഹാവ്യക്തി. കേരളത്തിൻ്റെ വിജയകരമായ മത ബഹുസ്വരത്ത് തങ്ങളുടെ നിലപാടുകൾ വലിയ കൈമുതലാക്കിയിരുന്നു. ദുഷിച്ചുപോയ രാഷ്ട്രീയത്തിൽ നിന്നും വർഗീയ സ്പർദ്ധകളിൽ നിന്നും വിമുക്തമായി ഉന്നതമായ ധാർമ്മിക ബോധം പുലർത്തിയത് കൊണ്ടാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മഹനീയമായ സ്ഥാനങ്ങൾ ലഭിക്കാനിടയായത്. നാട്ടിൽ കലാപങ്ങൾ പടരുമ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശിഹാബ് തങ്ങൾ ഉണ്ടല്ലോ എന്ന വിശ്വാസവും ആശ്വാസവും നമുക്ക് ഏവർക്കും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ധൈര്യവും പ്രചോദനയും ഉണ്ടായിരുന്നു. പക്ഷേ ശിഹാബ് തങ്ങൾ മരിച്ചു പോയപ്പോൾ ശിഹാബ് തങ്ങൾ ഇനി ആ ഒരു സാമീപ്യമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ
മനസ്സിൽ വല്ലാത്തൊരു വേദനയും ആശങ്കയുമാണ് തോന്നുന്നത്. എന്നിട്ട് വി ആർ കൃഷ്ണയ്യർ സാർ പറയുന്നു, തങ്ങളുടെ കുടുംബവുമായി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും കാലം മുതൽ തന്നെ തനിക്ക് ബന്ധമുണ്ടായിരുന്നു. പൂക്കോയ തങ്ങളുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. ശിഹാബ് തങ്ങളുമായിട്ട് സാമുദായിക കാര്യങ്ങളിലും രാഷ്ട്രീയ പ്രശ്നങ്ങളിലും ഞാൻ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം നാം സാധാരണ പറയുന്നത് പോലെയുള്ള ഒരു വിയോഗമല്ല. ഈ വിയോഗത്തിന്റെ ആഴമളക്കാൻ ആരാലും കഴിയുകയില്ല. ഇന്ത്യയുടെ ഈ ധീരപുത്രൻ സ്മരണ കേരളത്തിനും ഭാരതത്തിനും നേർവഴിയിലൂടെ മാറാൻ പ്രചോദനമേകട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്റെ ലേഖന സമാഹാരം നിർത്തുകയാണ്. ഇങ്ങനെയുള്ള മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, നമുക്കറിയാമല്ല, നാം പൊതുവെ പറയാറുണ്ട്, അങ്ങാടിയിലുള്ളതായ ക്ഷേത്രത്തിന്റെ വാതിലുകൾ ഏതോ ഒരു വർഗീയവാദി കത്തിച്ചപ്പോൾ അത് കത്തിച്ചത് മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞിട്ട് വർഗീയ പ്രശ്നം അവിടെ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടത്തേക്ക് കടന്നു പോവുകയും അവിടുന്ന് തൂവെള്ള വസ്ത്രധാരിയായ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കടന്നു പോകുമ്പോൾ പോലീസ് പറഞ്ഞുവത്രേ, തങ്ങളെ അങ്ങോട്ട് കടക്കരുത്, അവിടെയുള്ളത് വർഗീയ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ്, അവിടത്തേക്ക് കടക്കരുതെന്ന് പറഞ്ഞപ്പോൾ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന മഹാമശി അവിടുന്ന് കടന്നു പോവുകയും എന്നെ ആക്രമിച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നം തീരുകയാണെങ്കിൽ അത് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് തൂവെള്ള വസ്ത്രധാരിയായിട്ട് 14 നിലാവിനെ പോലെ പ്രകാശിക്കുന്ന ആ മുഖത്തിന്റെ ഉടമയായ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അങ്ങോട്ട് കടന്നു പോയിട്ട് അവിടുന്ന് മഹാനായ ശിഹാബ് തങ്ങളെ കാണുമ്പോൾ അവിടെയുള്ളതായ പൂജാരിമാർ കടന്നു വരികയും തങ്ങൾ നേരെ ആ തളിക്ഷേത്രത്തിന്റെ കത്തിയ വാതിലിന്റെ അടുക്കൽ പോയിട്ട് ആ വാതില് തന്റെ പരിശുദ്ധമായ കരങ്ങളെ കൊണ്ട് പിടിച്ചിട്ട് അവിടെ നിന്നൊരു ഉത്തരവിടുകയാണ്, ഈ ഹീനകർമ്മങ്ങൾ ചെയ്തത് ആര് തന്നെയായാലും എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഓർഡറിട്ടിട്ട് ഇതിന് വേണ്ടി ഈ കത്തിപ്പോയ വാതില് അത് നന്നാക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ ഫണ്ട് എന്റെ വകയാണെന്ന് പറഞ്ഞിട്ട് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തന്റെ കീശയിൽ നിന്ന് പണമെടുത്ത് കൊടുക്കുകയാണ്. അന്നവിടെയുള്ള പൂജാരിമാർ പറഞ്ഞത് ഈ തിരുമേനി ജീവിക്കൽ വരും മുസ്ലിങ്ങളുടെ മാത്രം ബാധ്യതയല്ല, ഞങ്ങളുടെയും കൂടി ബാധ്യതയാണെന്ന് പറഞ്ഞു. അങ്ങനെ മാനവ സൗഹാർദ്ദത്തിന് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടി നിലനിന്ന മനുഷ്യനാണ് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അല്ലാഹു തആല അവിടുത്തെ കബറിടം വിശാലമാക്കുമാറാവട്ടെ. മഹാനവറുകൾ വരച്ചു തന്ന പാതയിലൂടെ, സമസ്ത എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിലൂടെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ഇതൊക്കെയും മഹാനായ ശിഹാബ് തങ്ങൾ ഇതിന്റെ രണ്ടിന്റെയും പതാകകൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ അതിലൂടെ മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽ